ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വഴുതനങ്ങ ഉടച്ചത് അല്ലെങ്കിൽ വഴുതനങ്ങ ചമ്മന്തി എന്നൊക്കെ പറയാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവമാണിത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവും. അപ്പോൾ അതിനായിട്ട് ഒരു 3 വഴുതനങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. ഞാൻ അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാൻ വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വലിയ ഉള്ളിയാണ്, ചുവന്നുള്ളി ആണെങ്കിലും അല്പം വലിപ്പമുള്ളതായതുകൊണ്ടാണ് 5 അല്ലി ഇട്ട് കൊടുത്തത്. ചെറുതാണെങ്കിൽ 8-10 അല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 5-6 കാന്താരി മുളക്, എരിവ് കുറഞ്ഞ മുളകാണ്, അതുകൊണ്ടാണ് 6 ഇട്ട് കൊടുത്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. അത്രയും മതി. ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്, അതൊന്ന് കോരി മാറ്റി വെക്കാം. അതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 5 ഉണക്കമുളക്, എരിവുള്ള മുളകാണ്, അതും കൂടി ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. മുളക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിനെ കോരി മാറ്റാം. മുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ കോരി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഞാൻ എണ്ണ നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യമേ വഴറ്റിയെടുത്ത ഉണക്കമുളകും ചുവന്നുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ക്രഷ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഉടയ്ക്കാവുന്ന ചെറിയ ഉള്ളിയാണെങ്കിൽ ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സവാള വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്തു. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം, ആ രീതിയിൽ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ സവോളയ്ക്കും തക്കാളിക്കൊക്കെ ആവശ്യമുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് സവോളയൊന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച്, തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വഴറ്റി വെച്ചതിൻ്റെ കൂടെ തന്നെ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ എല്ലാം നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വഴന്ന് കിട്ടണം. ഇനി ഇതിലേക്ക് 1-2 പൊടികൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ വഴുതനങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം, അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഞാൻ ഒരു കൈ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്തു. കാരണം ഈ വഴുതനങ്ങയൊക്കെ ഇച്ചിരി കട്ടിയുള്ള വഴുതനങ്ങ, അപ്പോൾ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു കൈപ്പിടി ഇങ്ങനെ തളിച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് വഴുതനങ്ങയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നേരത്തെ വഴറ്റി വെച്ച പാത്രമില്ലേ, ആ പാത്രത്തിലേക്ക് തന്നെ കോരി മാറ്റാം കേട്ടോ. വഴുതനങ്ങയൊക്കെ ഉടഞ്ഞു വരുന്ന പരുവമായിട്ടുണ്ട്. പിന്നെ നമുക്കിനി കോരി മാറ്റാം. ആദ്യം നമ്മൾ വഴറ്റി വെച്ച മുളക്, ഉള്ളി, വെളുത്തുള്ളി, സവാള എല്ലാത്തിൻ്റെയും കൂടെ ഇതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നല്ല
കറക്റ്റായിരുന്നു കേട്ടോ. ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.